നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയാറുണ്ട്. ഏത് കാര്യത്തിനും രണ്ട് പക്ഷം ഉണ്ടാവും. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, എൻ്റെ ഫോണിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ എനിക്ക് പരിചയം പോലും ഇല്ലാത്ത നിരവധി ആൾക്കാർ എനിക്ക് ക്ലിപ്പിങ്സുകൾ അയച്ചു തരാറുണ്ട്. ഇന്നലെ ഞാൻ കണ്ടൊരു ക്ലിപ്പിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് പാസ്പോർട്ടൊക്കെ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നൊരു കിളവൻ ഒരു പെട്രോൾ പമ്പിൽ വന്ന് നിന്നിട്ട് പറയാണ്, എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷനുണ്ട്, എന്നെപ്പോലുള്ളവൻ പെട്രോൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 9 രൂപ പെട്രോളിന് കൂടിയെങ്കിൽ നീയൊന്നും ഉപയോഗിക്കണ്ടെന്നേ. 2.5 ലക്ഷം പെൻഷനുള്ള ഞാൻ എന്നെപ്പോലുള്ളവർ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആ പമ്പിൽ പെട്രോൾ ഒഴിക്കാനായിട്ട് നിൽക്കുന്നതിനായിരുന്നെങ്കിൽ ആ പെട്രോൾ ഒഴിക്കുന്ന അത് വെച്ച് ആ സ്റ്റീൽ കുറ്റി വെച്ച് തലയിൽ അടിച്ചു കൊടുത്തന്നെ, വൃത്തികെട്ടവന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സമ്പന്നർ മാത്രമാണോ പെട്രോൾ ഉപയോഗിക്കണേ? ലോറിക്കായാലും ബസ്സിനായാലും ആട്ടോയ്ക്കായാലും സ്കൂട്ടറിനായാലും ഒക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ പെട്രോൾ. നമ്മുടെ ജീവിതവുമായി നിരന്തരം എല്ലാ ദിവസവും ബന്ധപ്പെടുന്നതല്ലേ ഗ്യാസ്. അയാൾ പറയുക 2.5 ലക്ഷം രൂപ പെൻഷനുള്ള എന്നെപ്പോലുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. വേറൊരു മകൻ പറഞ്ഞാൽ അതിനേക്കാൾ രസമാണ്, പെട്രോൾ എത്ര വില കൂടിയാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ 500 രൂപയ്ക്ക് അടിക്കുള്ളൂ. മനസ്സിലായോ? ഞാൻ 500 രൂപ കൊടുക്കും, പെട്രോൾ അടിക്കും. അത് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കാറില്ല. തീരുമ്പോൾ വീണ്ടും 500 രൂപ കൊടുക്കും, ഞാൻ അടിക്കും. അതുകൊണ്ട് പെട്രോളിൻ്റെ വില കൂടുതൽ എന്നെ ബാധിക്കാറില്ലെന്നാണ് ഒരാൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്നവന്മാർ നാളെ സർക്കാരിൻ്റെ ആശുപത്രി എന്തിന്? എടാ, ബൈപ്പാസ് ചെയ്യാൻ പൈസ ഉള്ളവൻ പ്രൈവറ്റ് പേ ചെയ്താൽ മതി. എടാ, സർക്കാരിന് ഞാനും നീയും എല്ലാം കൂടെ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് നിൻ്റെ ഒന്നും ബൈപ്പാസ് ചെയ്യേണ്ട കാര്യമില്ല. നീയൊക്കെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചത്തോ? ഞങ്ങളെപ്പോലുള്ള സമ്പന്നർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ബൈപ്പാസ് ചെയ്യും. പറയില്ലേ അവൻ, ഈ കളവൻ, വിവരം കെട്ടവൻ, നൂലുപോലെ ഒരു മാലയൊക്കെ ഇട്ട് ഒരല്പനാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇവിടെ എങ്ങുള്ള അല്ല എന്ന് തോന്നുന്നു, തിരുവനന്തപുരത്തുകാരല്ല എന്ന് തോന്നുന്നു. ഒരു ദ്രോഹിയെന്ന് എനിക്ക് തോന്നി. അവൻ്റെ ഒരു വളിച്ച ന്യായം, 2.5 ലക്ഷം രൂപ എനിക്ക്, ഞാൻ ആർമിയിലിരുന്ന ആളാണെന്ന്. ഏതെങ്കിലും ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കാലത്ത് ഒരു വിമാനം കത്തി ചത്താലും മതിയായിരുന്നു. ദ്രോഹി. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. ഏത് കാര്യത്തിനും ന്യായീകരിക്കാൻ ആളെ കിട്ടും. നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന കഥയിലെ നായികയുടെ പേര് വേണമെങ്കിൽ പറഞ്ഞാലും പേര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞാൽ അവർ കേസൊന്നും കൊടുക്കില്ല. കാരണം അതൊരു പബ്ലിസിറ്റി ആയിട്ടേ എടുക്കുകയുള്ളൂ. എന്നാലും എനിക്കിപ്പോഴും ഈ ഒരുപാട് കോടതികൾ കയറി ഇറങ്ങിയപ്പോഴും എനിക്ക് മടുത്തു. അവിടെ പോയി നിൽക്കണ്ടേ നമ്മൾ മണിക്കൂർ കണക്ക്, പിന്നെ പൈസയും സമയവും ഒക്കെ പോവുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ അല്പം ഒരു മിതത്വത്തോടെ സംസാരിക്കുന്നത്. കേരളം കണ്ട ധിഷണാശാലിയായ ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഇമ്പിച്ചി ബാവ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന സഖാവ് ഇമ്പിച്ചി ബാവ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം വരെ ആയ ആളാണ് ഇമ്പിച്ചി ബാവ. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വരെ അദ്ദേഹം എത്തി. മുസ്ലിം സമുദായത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിച്ച നേതാവായിരുന്നു പൊന്നാനിക്കാരനായ ഇമ്പിച്ചി ബാവ. സഖാവ് EMS തന്നെ എഴുതിയത്, മലബാർ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായ മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരിൽ പ്രധാനിയായിരുന്നു സഖാവ് ഇമ്പിച്ചി ബാവ എന്നാണ്. 1917 ജൂലൈ 17 പൊന്നാനിയിൽ ജനിച്ച ഇമ്പിച്ചി ബാവ 1952 മദ്രാസ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യസഭയിൽ അദ്ദേഹം മലയാളത്തിലാണ് പ്രസംഗിച്ചത്. ആ കാലം വരെ ഹിന്ദിയിലല്ലാതെ പ്രാദേശിക ഭാഷകൾ പാർലമെൻറ്റിൽ ആരും സംസാരിച്ചിരുന്നില്ല, അതിന് അനുവദിക്കുമായിരുന്നില്ല.
കീഴ്വഴക്കങ്ങൾ ഉദ്ധരിച്ച് ഹിന്ദി ഗോസായിമാർ ഇമ്പിച്ചി ബാവയെ എതിർത്തു. മാതൃഭാഷയിൽ സംസാരിക്കാനുള്ള തൻ്റെ അവകാശത്തിന് വേണ്ടി ഇമ്പിച്ചി ബാവയും ശക്തമായി വാദിച്ചു. അവസാനം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് ഇടപെട്ടു. താങ്കളുടെ ഭാഷയിൽ സംസാരിച്ചോളാൻ രാഷ്ട്രപതി അനുവാദം നൽകി. പ്രൗഢമായി മലയാളത്തിൽ അദ്ദേഹം സംസാരിച്ചു. പ്രസംഗത്തിനിടയിൽ കവിതാ ശകലങ്ങളും സിനിമാ പാട്ടുകളും ഒക്കെ പാടി. 1962 പൊന്നാനിയിൽ നിന്നും 1980 കോഴിക്കോട്ട് നിന്നും അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. AKG യുടെ മകൾക്ക് ലൈല എന്ന പേരിട്ടത് ഇമ്പിച്ചി ബാവയാണ്. 1967 മണ്ണാർക്കാട്ട് നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തു. 2ാം EMS മന്ത്രിസഭയായിരുന്നു ആ കാലത്ത്. അതിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി. മന്ത്രിയായിട്ടാണ് ഇമ്പിച്ചി ബാവ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഉദ്യോഗസ്ഥ മേധാവികളുടെ ദുശ്ശാഠ്യത്തെയും സാങ്കേതികതയുടെ നൂലാമാലകളെയും അദ്ദേഹം തൻ്റെ ശൈലിയിൽ മറികടന്നു. ഫയലുകളിൽ വകുപ്പ് സെക്രട്ടറിയോ മറ്റ് ഉദ്യോഗസ്ഥന്മാരോ എഴുതുന്നതിനോട് യോജിക്കാമെങ്കിൽ അദ്ദേഹം യോജിക്കുന്നുവെന്നും മലയാളത്തിൽ എഴുതും. അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നില്ല, താഴെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊള്ളുകയും വേണമെന്ന് മലയാളത്തിൽ തന്നെ അക്കമിട്ട് അദ്ദേഹം എഴുതുമായിരുന്നു ഫയൽ. KSRTC ഏറ്റവും അധികം വികസനം കൊണ്ടുവന്ന മന്ത്രിയായിരുന്നു ഇമ്പിച്ചി ബാവ. ഇമ്പിച്ചി ബാവയുടെ വണ്ടി എന്നാണ് അക്കാലത്ത് KSRTCയെ വിളിച്ചിരുന്നത്. നോക്കടാ, ഇമ്പിച്ചി ബാവയുടെ വണ്ടി വരണം എന്നാണ് പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളം ഇമ്പിച്ചി ബാവയുടെ ജീവിക്കുന്ന സ്മാരകമാണ്. വേണമെങ്കിൽ ഇതിഹാസ നായകൻ സഖാവ് VSന്റെ കാര്യവും കോൺഗ്രസിൻ്റെ ലീഡർ K കരുണാകരൻ്റെ കാര്യവും പറയാം. ഇരുവരും ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത നേതാക്കളാണ്. ഇരുവരും രാഷ്ട്രീയത്തിലും ഭരണത്തിലും കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നത് ചരിത്രവുമാണ്. ശരീരം വിറ്റ് തിന്നാൻ മാത്രം അറിയാവുന്ന ഒരുത്തിക്ക് അത് മനസ്സിലാകാൻ ഇടയില്ല എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം പറയാൻ കാര്യം. സ്വന്തം സഹോദരി, അതായത് അമ്മയുടെ അനുജത്തിയുടെ മകളെപ്പോലും സിനിമാ നടിയാക്കാമെന്നുള്ള മോഹന വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് തമിഴനോ തെലുങ്കനോ ചതിയിലൂടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാഴ്ചവെക്കാൻ പോയി പിടിയിലായി അഴിയെണ്ണിയ ഒരു വിടക്ക് പെണ്ണുപിള്ളയെ മലയാളി മറക്കാൻ ഇടയില്ല. ഉപ്പ് സത്യാഗ്രഹത്തിനോ ദണ്ഡി യാത്രയ്ക്കോ ഗാന്ധിജിയോടൊപ്പം അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയ അഭിമാനത്തോടെ ഈ പെണ്ണുപിള്ള ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ബഹുരസമായിരിക്കും. ഇനി അങ്ങോട്ട് കുറേ വ്യഭിചാര കഥകൾ കേൾക്കാം യൂട്യൂബിലൂടെ. തമിഴ് ശാപ്പാടടിച്ച് തിന്നു കൊഴുത്ത് മാസങ്ങൾ കിടന്നിട്ട് ഇറങ്ങിയ ശേഷം പിന്നെയും പഴയ കുരുടി കഥ പറ എന്ന് പറയുമ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് തന്നെ വ്യഭിചരിച്ച കഥകൾ പറയാൻ. അതിന് മേമ്പടിയായി പുതിയ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാനായി എന്തൊക്കെയോ പൊളിച്ച വർത്തമാനങ്ങൾ ഈ പെണ്ണുപിള്ള പറയുന്നു. ഈ അലവലാതി പെണ്ണുപിള്ള പറയുന്നു എന്നാണ് പറയേണ്ടത്. 10 വർഷം ഇവിടെ ഭരിച്ചവന് വിദ്യാഭ്യാസം ഇല്ലത്രേ. അതായത് പിണറായി വിജയന് വിദ്യാഭ്യാസം ഇല്ല എന്നാണ് പറയണത്. 10 വെട്ടി അടിക്കേണ്ടതാണ് ഇവളെയൊക്കെ. അതുകൊണ്ടാണ് ഈ 4ാം ക്ലാസ് വരെ പഠിച്ച പിണറായി വിജയൻ ഭരിച്ചതുകൊണ്ടാണ് എന്നെ പിടിച്ച് അകത്തിട്ടത് എന്നാണ് അവൾ പറയുന്നത്. ഈ സ്ത്രീയെ പിടിച്ച് അകത്തിട്ടത് തമിഴ്നാട് പോലീസാണ്, സ്റ്റാലിൻ്റെ പോലീസാണ്. പക്ഷേ ഈ പെണ്ണുമ്പിള്ള വിവരമില്ല, അതാണ് പ്രശ്നം. ഈ കിടന്നു കൊടുക്കണമല്ലാതെ വേറെ വിവരമില്ലല്ലോ. 4ാം ക്ലാസ് വരെ പഠിച്ച കേരളം ഭരിച്ച 10 വർഷം ഭരിച്ച നേതാവാണ് എന്നെ പിടിച്ച് അകത്തിട്ടത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സ്ത്രീ തന്നെ പറയാണ്, എൻ്റെ പുറത്ത് കയറിയവന്മാരെ കേസുകൾ ബലക്കാത്ത രീതിയിൽ ദുർബലമായ വകുപ്പുകളെ ഇട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പുതിയ മുഖ്യമന്ത്രി സതീശൻ ഡിഗ്രി എടുത്തത്ര LLBയിൽ, അതും ഡബിൾ
MA ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡബിൾ LLB എടുത്തു എന്നാണ് പറയണത് സതീശൻ. VD സതീശൻ വളരെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇതുപോലുള്ള കുറേ വിടക്കുകൾ പൊക്കി വിടും. അതിലൊക്കെ ചെന്ന് ചാടിക്കൊടുത്താൽ സരിത കേസിനേക്കാൾ മോശമാകാൻ സാധ്യതയുണ്ട്. സരിതയ്ക്ക് ഒന്നുമില്ലെങ്കിൽ അല്പം ഒരു മാന്യത ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ കത്തും വാങ്ങി വന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വല്ലതും ആയിക്കളയുമോ എന്നാണ് എൻ്റെ സന്ദേഹം ഈ കൂതറയെക്കുറിച്ച്. അത്രയ്ക്ക് VD സതീശനെ പൊക്കി അടിക്കുകയാണ്. 10 വർഷം കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി 10 വരെ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരല്ല മുഖ്യമന്ത്രിയാകേണ്ടത്. സതീശനെ പോലെ ഡബിൾ LLB ഉള്ളവർ വരണമത്രേ. പുതിയ എല്ലാ മന്ത്രിമാരും മിടുക്കന്മാരാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇനി വല്ല പറ്റുവരവ് വല്ലതും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. വളരെ അടിച്ചു പറയുന്നു. ഈ VD സതീശൻ്റെ കൂടെയുള്ള 21 മന്ത്രിമാരും ഒന്നിനൊന്നും മെച്ചമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരീക്ഷാ റിസൾട്ട് വായിച്ചത് ഞാൻ പറയണ്ടല്ലോ. 900 വേണ്ട, ഞാനത് പറയുന്നില്ല. പുതിയ എല്ലാ മന്ത്രിമാരും മിടുക്കന്മാരാണ്. പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ പേരെടുത്തവർ പൊഴുത്തുന്നുണ്ട്. ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ ലൈവ്, ഈ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിൻ്റെ ലൈവ് ഈ ഭവതി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതോ മനസ്സിലാക്കാൻ പറ്റിയ തലയിൽ ആൾ താമസമില്ലേ എന്ന് എനിക്കറിയില്ല. എന്തായാലും VD സതീശനിലാണ് ഭവതിയുടെ കണ്ണ്. കുറുക്കൻ കോഴിക്കുട്ടി നോക്കും പോലെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് സതീശനെ. എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ജാഗ്രത. ചെന്ന് ചാടിക്കൊടുക്കരുത്. ഈ ഐറ്റംസുകളുടെയൊക്കെ പുളുപൊടികൾ കേട്ടപ്പോൾ തന്നെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് പിണറായി ഇറങ്ങി അതിലേക്ക്. ഒരുപാട് പുരുഷന്മാർക്ക് അക്കാര്യത്തിൽ അതൃപ്തി തോന്നിയിരുന്നു. അത് സത്യസന്ധമായൊരു നിരീക്ഷണമാണ്. തോൽവിക്ക് ഈ അമിതമായി സ്ത്രീകളെ പൊക്കിക്കൊണ്ട് നടന്നതും ഒരു കാരണമായിരുന്നു എന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ മദ്രാസ് സെൻട്രലിൽ ചെന്നിറങ്ങിയാൽ, ഇപ്പോൾ മദ്രാസ് സെൻട്രലിൽ സിനിമാക്കാരധികം പോയി ഇറങ്ങാറില്ലല്ലോ. നമ്പർ 20 മദ്രാസ് മെയിലിൽ ഇപ്പോൾ സിനിമാക്കാരില്ല, എല്ലാവരും ഫ്ലൈറ്റിലൊക്കെയാണല്ലോ, അല്ലെങ്കിൽ സ്വന്തം കാറിൽ. നമ്മൾ മദ്രാസ് സെൻട്രലിൽ ചെന്നിറങ്ങിയാൽ ഒരുമാതിരിപ്പെട്ട തമിഴന്മാർ ആട്ടോ ഡ്രൈവർമാരൊക്കെ ഫോണിൽ മുഖമുള്ളത്. ഈ ഡ്രൈവർമാരുടെയൊക്കെ ഫോണിൽ ഒരു മുഖമുണ്ട്, ഒരു വനിതാരത്നത്തിൻ്റെ. ഞാനത് മുമ്പ് പറഞ്ഞിരുന്നു ഏതൊരു പ്രോഗ്രാമിൽ. ഷാർ இந்த பொண்ணு மலையாளி சார், நல்லா வேலை பண்ணு சார், 1 day 25,000 ரூபா மட்டும்தான், നൈറ്റ് കൂടി എടുത്താൽ 40,000 രൂപ സാർ, 10,000 ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫിലിം സ്റ്റാറാണ് സാർ, മലയാളി പൊണ്ണ് സാർ. ഇങ്ങനെ മലയാളിയാണ് ഈ ട്രെയിനിൽ വന്നിറങ്ങുന്നവനെന്ന് മനസ്സിലായാൽ കാണുന്ന ആട്ടോക്കാരന്മാരെല്ലാം ഒരു ഭവതിയുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കും. ഒരു രാത്രി ഒരു പകലും കൂടെ 40,000 രൂപ, പകൽ മാത്രമാണ് 25,000 രൂപ, നല്ല വേല പണ്ണ് സാർ എന്നാണ് പറയുന്നത്. യുവമാർ ആട്ടോക്കാരന്മാർ നമ്മളെ വിടൂല, ചുറ്റിനും കിടന്ന് കറങ്ങും ഒപ്പിച്ചുകൊണ്ട് പോകാൻ. കാരണം അവന് കമ്മീഷൻ കിട്ടും. അങ്ങനെയുള്ള എവളുമാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് നിർലോഭം കിട്ടുന്നുവെങ്കിൽ സൂക്ഷിക്കണം മുഖ്യമന്ത്രി എന്ന് ഞാൻ പറയും. ഒരു ഉദാഹരണം പറയാം. സഖാവ് EMS ജീവിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം അമ്പലത്തറയിലുള്ള അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ മലയാള മനോരമയിൽ നിന്നും ഒരു കൂട്ടർ EMSനെ കാണാൻ ചെന്നു. ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ ഫോട്ടോ ഹെഡായ ഫോട്ടോഗ്രാഫർ B ജയചന്ദ്രൻ അങ്ങയുടെ ഒരുപാട് ആയിരക്കണക്കിന് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളെ വെച്ച് ഒരു എക്സിബിഷൻ നടത്താൻ മനോരമ ആഗ്രഹിക്കുന്നു, സമ്മതമാണോ എന്ന് ചോദിക്കാനാണ് സഖാവ് EMSൻ്റെ വീട്ടിൽ ചെന്നത്. സ്വതസിദ്ധമായ തൻ്റെ വിക്കിലൂടെ EMS പറഞ്ഞ മറുപടി, മനോരമ എൻ്റെ ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു എന്നതിനാൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് അതിൻ്റെ സൂചന എന്നായിരുന്നു. അതാണ് EMS പറഞ്ഞ മറുപടി. പക്ഷേ എക്സിബിഷൻ നല്ല ഭംഗിയായിട്ട് നടത്തിയവർ. ഇക്കാര്യമാണ്
വടശ്ശേരി ദാമോദര മേനോൻ മകൻ BD സതീഷ് മേനോനോട് ഓർക്കണം എന്നെനിക്ക് പറയാനുള്ളത്. സമൂഹം കാർക്കിച്ചു തുപ്പുന്ന എവളുമാർ താങ്കളെ പാടിപ്പോഴ്ത്തുന്നു. താങ്കൾക്കെതിരെ എയ്യുവാനായി നിരവധി താങ്കളുടെ പാർട്ടിക്കാർ തന്നെ തക്കം പാർത്ത് ഇരിക്കുന്ന കാലവുമാണ്. ഇങ്ങനെ അപ്പ കാണുന്നവരെ മാധുര്യത്തോടെ അപ്പ എന്ന് വിളിക്കുന്ന ഐറ്റംസുകളെ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിനടുത്ത് പോലും അടുപ്പിക്കരുത് കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടകത്തിന് ഇടം കൊടുത്തതിനേക്കാൾ കഷ്ടമാകും അങ്ങനെ ഗേറ്റിനകത്തേക്ക് കയറ്റാനുള്ള ഒരു അവസരം കൊടുത്താൽ. ഇവിടെ ഒരു ഫോണും ഒരു കോലും പിടിച്ച് നടക്കുന്നവരൊക്കെ കേസരി ബാലകൃഷ്ണപിള്ളയുടെ അനന്തരവന്മാരാണ് എന്നാണ് വിചാരം. ഭയങ്കര പത്രപ്രവർത്തകരാണ്, സീരിയസ് പത്രപ്രവർത്തകരായിട്ട് നടക്കും. അഴിക്കുള്ളിൽ നിന്നും ഒരു പറ്റിയ ഇര പുറത്തിറങ്ങി എന്നറിഞ്ഞപ്പോൾ അവളുടെ അഭിമുഖം തേടി പോവുക സ്വാഭാവികമാണ്. ഈ കിളി കഥകളുണ്ടല്ലോ, വിൽക്കാൻ പറ്റിയ ഐറ്റംസുമാണ്. ഇഷ്ടംപോലെ ഇക്കിളി കഥ പറയുമല്ലോ. ഒരു വിടല ചിരിയുണ്ട്, അതാണ് സഹിക്കാൻ വയ്യാത്ത. നെറ്റിയിൽ എഴുതി വെച്ചതുപോലത്തെ ഒരു ചിരിയാണ്. ഷോ കെട്ടി ഒരുങ്ങി മറ്റേ ലുക്ക് വരുന്നതൊക്കെ വാരി പുരട്ടി ചോദ്യങ്ങൾക്ക് ഇക്കിളിക്ക് അപ്പുറമുള്ള വികാരം വരുന്ന ഉത്തരങ്ങളുമായി മാമി ചാരി കിടക്കുകയാണ് ഒരു സോഫയിൽ, ഒരു സെറ്റിയിൽ. തള്ളയാണെന്ന് തോന്നുന്നു. ഫ്രെയിമിൽ വരാതെ എന്തൊക്കെയോ ഓരിയിടുന്നുണ്ട്. മോള് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി ഒരു വലിയ ഫ്രെയിം കണ്ണട വെച്ച്, അങ്ങനെ ഒരു വലിയ ഫ്രെയിമിലെ കണ്ണട വെച്ചാലേ ബുദ്ധിജീവിയും പത്രക്കാരനും ആവുള്ളൂ എന്നാണ് ചിലർ വിചാരിച്ചു വെച്ചേക്കുന്നത്. ചോദ്യശരങ്ങൾ പായിക്കുകയാണ് ഒരു യുവാവ്. മാമി ആടിക്കൊഴഞ്ഞ് ഉത്തരങ്ങൾ വച്ച് കാച്ചുന്നു. ആ ഉത്തരങ്ങൾ ചിലത് കേൾക്കാം. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഒരൊറ്റ വർത്തമാനകാല നടിമാരും വഴങ്ങാത്തവരായി ഇല്ല എന്ന് ഞാൻ കൈയടിച്ച് പറയുന്നു എന്നാണ് ഈ ഭവതിയുടെ ആദ്യത്തെ കണ്ടെത്തൽ. എവളിപ്പോഴും കോടമ്പക്കം അഴുക്ക് ചാലി കിടക്കുന്നത് കൊണ്ടുള്ള വർത്തമാനമാണിത്. ചാൻസ് വേണമെങ്കിൽ ഇന്ന ആൾക്കാർക്ക് നന്നായി സഹകരിക്കണമെന്ന് ഉളുപ്പില്ലാതെ പറയുന്നവരും എന്തിനും റെഡിയായി ചെല്ലുന്നവരും കാശ് തന്നാൽ ഞാനൊക്കെ എന്താ പറയുക എന്തൊക്കെ പറയുന്നോ അതുപോലെ സഹകരിക്കാം എന്നൊക്കെ പറയുന്ന ഐറ്റംസുകളും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഇപ്പോൾ കാലം മാറി. വരുന്ന പിള്ളേർ അഭിനയത്തെ ഒരു ജോലിയായാണ് കാണുന്നത്. ഇവിടെ ക്ലിക്കായില്ലെങ്കിൽ, സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ക്ലിക്കായില്ലെങ്കിൽ മറ്റൊരു ജോലി തേടി അങ്ങ് പോകും. എത്രയോ പേരങ്ങനെ പോയി. ഒറ്റയ്ക്ക് ആയ പോലുമില്ലാതെ സെറ്റിൽ വരാനും എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ കഴിവുണ്ടെന്നുള്ള ആത്മധൈര്യമുള്ളവരും നല്ല കമ്പനി കൂടിയാൽ എന്തിനും ഞാനും റെഡിയെന്ന് പറയുവാനും ഇഷ്ടമില്ലാത്ത നോട്ടമോ വർത്തമാനമോ പെരുമാറ്റമോ ഉണ്ടായാൽ വേണേൽ രണ്ട് കൊടുക്കാൻ മടിയില്ലാത്തവരുമാണ് ഇന്നത്തെ തലമുറ. കാലം മാറിയത്. ഈ കൂതറയ്ക്ക് പിടിയില്ല എന്ന് പറയാം. സ്ത്രീ എന്ന് പറഞ്ഞാൽ നാണക്കേടാ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ കൂതറയ്ക്ക് പിടിയില്ല. ഇപ്പോഴും സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ കൂടെ കിടക്കുന്ന കാലമാണ് എന്നാണ് ഈ മഹതിയുടെ വിശ്വാസം. തോളിൽ കൈയിട്ട് നടക്കാനും ഒരു മുറിയിൽ ഒന്നിച്ചുറങ്ങാനും ഒരു കാറിൽ കറങ്ങാനും ഇന്നത്തെ തലമുറയ്ക്ക് പേടിയില്ല, വൈഷമ്യമില്ല. ഞാൻ ആ കാഴ്ചകൾ കണ്ടവനാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ ഭവതി ഒഴിച്ച് സിനിമയിലുള്ള സകലമാന പേരും വൃത്തികെട്ടവരാണ്. 4ാം ക്ലാസ്സുകാരൻ ഭരിച്ചിരുന്നതിനാൽ കേരളമാകെ തകർന്നു എന്നാണ് ഇവർ പറയുന്നത്. പിണറായി ഭരിച്ച 10 വർഷം കൊണ്ട് കേരളം തകർന്നു. എന്നിട്ട് വീണ്ടും പറയാണ് അതുമാത്രമല്ല, അതിന് മുമ്പ് ഒരുത്തൻ ഉണ്ടായിരുന്നില്ലേ, അവനും തകർത്ത്. ആര്? VS അച്യുതാനന്ദനെ പറയുക. അപ്പോൾ പിണറായി നടന്നു പോകുന്ന വിഷ്വലാണ് ഈ യൂട്യൂബറായി ഇട്ടിരിക്കുന്നത്. നടന്നു പോകുന്നതിൻ്റെ ബാക്ക് ഷോട്ട്. 4ാം ക്ലാസ്സുകാരൻ ഭരിക്കുമ്പോൾ IASകാരും IPSകാരും കുമ്പിട്ട് നിൽക്കും അത്രേ. നമ്മൾ അവർക്കാണ്, ഈ കുമ്പിട്ട് നിൽക്കുന്നവന്മാർക്കാണ് സല്യൂട്ട് കൊടുക്കേണ്ടത് എന്നാണ് ഈ കൂതറ പറയുന്നത്. നീ കുമ്പിട്ട് നിൽക്കുന്നവന്മാർക്ക് സല്യൂട്ട് കൊടുക്കുമെന്ന് നമുക്കറിയാം. പഠിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോളേജിൻ്റേത് കാണിക്കുന്ന
ബാർകോഡ് വരുന്നതിനും നൂറ്റാണ്ട് മുമ്പ് ബാർകോഡ് ഇട്ട ഐഡന്റിറ്റി കാർഡ് കാട്ടുകയും ചെയ്യുന്നവർ ഭരിക്കുന്ന നാട്ടിൽ പിണറായി 4ാം ക്ലാസ് വരെ പഠിച്ചവനാണത്രേ. ബാർകോഡൊക്കെ വരുന്നതിനും 50 വർഷം മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രം ബാർകോഡ് ഇട്ട് കൊടുത്തിരുന്നു. ആലോചിച്ചാൽ തന്നെ ചിരി വരും. ഞാനെല്ലാം തുറന്നു പറഞ്ഞതും കേസിന് പോയതും പുതിയതായി വരുന്നവർക്ക് വേണ്ടിയായിരുന്നു അത്ര, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല ഞാൻ പോയത്. ഞാൻ കേസിന് പോയത്, അതായത് മുകേഷിൻ്റെ പേരിൽ, ബാലചന്ദ്ര മേനോൻ്റെ പേരിൽ, ഇടവേള ബാബുവിൻ്റെ പേരിലൊക്കെ കേസിന് പോയത് പുതിയതായി വരുന്നവർക്ക് വേണ്ടിയാണ്. കള്ള തെളിവുകൾ ഹാജരാക്കി ഞാൻ ചൂണ്ടിക്കാട്ടിയവന്മാരൊക്കെ രക്ഷപ്പെട്ടത്രേ. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇനിയും പറയും. കോടതിയിൽ ഇത് വല്ല യൂട്യൂബിലും ഇരുന്ന് വിവരം കെട്ട വർത്താനം പറഞ്ഞാൽ കോടതി അത് തെളിവായിട്ടെടുക്കുമോ? നീ തെളിവ് കൊണ്ട് കൊടുക്കാത്തത്, സാക്ഷി കൊണ്ട് കൊടുക്കാത്തത്, അതൊന്നും ഇല്ല കയ്യിൽ. അങ്ങനെ കോടതി തള്ളിയത് 4ാം ക്ലാസ് വരെ പഠിച്ച പിണറായി വിജയൻ്റെ കഴിവുകേടെന്നാണ് പറയുന്നത്. 2015 ഞാൻ സിനിമ നിർത്തി ആസ്ട്രേലിയക്ക് പോയി. തിരിച്ചു വന്ന് മര്യാദയ്ക്ക് ജീവിക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക്, നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഞാനെല്ലാം തുറന്നു പറഞ്ഞതാണ്. 2015 ശേഷം ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല മുഖത്ത്, എല്ലാം വായി പുരട്ടിയൊക്കെയാണ് ഇരിക്കണം. എന്നിട്ട് പറയണം ഞാൻ അതിന് ശേഷം മേക്കപ്പ് ഇട്ടിട്ടില്ല. പീഡിപ്പിച്ചവരോടൊക്കെ തിരികെ വന്നിട്ടും ഞാൻ അവരോടൊക്കെയുള്ള ബന്ധം സ്ഥാപിച്ചത് നട്ടിട്ടാൾ ആരോടും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി. പിന്നെ ഞാൻ ചെന്നൈക്ക് പോയി. എന്തിന് എന്ന് ആ പയ്യൻ ചോദിക്കുന്നില്ല, കാരണം കഥയിൽ ചോദ്യമില്ല. ഞാൻ ചെന്നൈക്ക് പോയത് സ്വന്തം അമ്മയോട് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വക തേടിയാണ് ചെന്നൈ പോയത്. എന്തിനാണെന്നപ്പോൾ മനസ്സിലായില്ലേ? സിനിമയിൽ അഭിനയിക്കുന്നില്ല, പക്ഷേ ചെന്നൈ പോയി താമസമായി. എന്തിനെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മക്കളെ വളർത്താനുള്ള വക തേടാനായിട്ട്. എല്ലാം ഈ സിനിമയിലുണ്ടായ എല്ലാം ഞാൻ മറന്നു. പിന്നെ ഞാൻ ഇതൊക്കെ വലിച്ചിട്ടത്, മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ധൈര്യത്തോടെ വന്ന് പറയാൻ. അത് ഏത് കൊമ്പനാണെങ്കിലും ഞാൻ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇനിയും ഇതൊന്നും നടക്കാതിരിക്കാൻ ഞാൻ ചെന്നെല്ലാം പറഞ്ഞു. കുറേ സിനിമകളിൽ അഭിനയിച്ചു. ഞാൻ കുറേ സിനിമകളിൽ, 16 എണ്ണത്തിൽ അഭിനയിച്ചു. അതിലും കൂടുതൽ വരും ചിലപ്പോൾ. പക്ഷേ ഇവരാരും, ഈ 16ൽ കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇവരാരും എനിക്ക് 1 രൂപ ക്യാഷ് തന്നിട്ടില്ല. ചെക്ക് തരും, ഞാനെല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നാണം കെടണ്ട എന്ന് വെച്ച് ചെക്ക് തന്നവരെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. ചെക്ക് വാങ്ങിക്കും കൈ നീട്ടി, എന്നിട്ട് ചെക്ക് ബൗൺസ് ആകുമ്പോൾ ഞാൻ ആരെയും വിളിക്കില്ല. കാരണം എനിക്ക് നാണക്കേടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിളിക്കാതെ ചെക്ക് അടുക്കി ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുക, മേശയ്ക്കകത്തോ അലമാരയിലോ എവിടെയോ. നമുക്ക് കുട്ടികളെ നോക്കണം, വീടിൻ്റെ കാര്യം നോക്കണം. അതുകൊണ്ട് കാശ് തരാനുള്ളവരെയൊക്കെ ഞാൻ വിട്ടു. നീ പോ, നിൻ്റെ ഒന്നും കാശ് വേണ്ട, എനിക്ക് വേറെ കാശുണ്ടാക്കാനുള്ള വഴി അറിയാം. നമ്മൾ അമ്മയുടെ മെമ്പറായിരുന്നാൽ റെമ്യൂണറേഷൻ തന്നില്ല എങ്കിൽ അമ്മ ഇടപെടും എന്നതിനാൽ അമ്മയുടെ മെമ്പർഷിപ്പ് എനിക്ക് നിർബന്ധമായിരുന്നു. വേണ്ടേ? ചോദ്യം ചോദിക്കുന്നതിനോട് ചോദിക്കുകയാണ്, അമ്മയുടെ മെമ്പർഷിപ്പ് എനിക്ക് വേണ്ടേ? 2015 അഭിനയം നിർത്തിയാണ്. അപ്പോൾ 11 വർഷമായിട്ട് അഭിനയം നിർത്തിയ ആളിന് അമ്മയുടെ മെമ്പർഷിപ്പ് എന്തിന് റെമ്യൂണറേഷൻ വാങ്ങിക്കാൻ? അഭിനയിക്കുന്നില്ലല്ലോ. കള്ളമേ പറയുള്ളൂ, നാക്കെടുത്താൽ കള്ളമല്ലാതെ പറയില്ല. എന്നിട്ട് ഒരു ഇക്കിളിച്ചിരിയും. മുകേഷിനോടും ഇടവേള ബാബുവിനോടും ഒക്കെ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചു. നിങ്ങളെ എനിക്കോ കമ്മിറ്റിക്കാർക്കോ അറിയില്ല എന്നാണ് ഇടവേള ബാബു പറഞ്ഞു കളഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാ? ഞാൻ തുടക്കമാണല്ലോ. മുകേഷും മണിയമ്പിള്ള രാജുവും ജയസൂര്യയും ഇടവേള ബാബുവും ഒക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നറിഞ്ഞു. ബാക്കിയുള്ളവരൊന്നും അവരറിഞ്ഞില്ല. ഇന്നസെൻ്റൊക്കെ ഉള്ളത് പുള്ളി അറിഞ്ഞില്ല. ഇവർ 4 പേരും എന്നോട് മുമ്പ് ബിഹേവ് ചെയ്തവരാണ്. എന്ത് ബിഹേവ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇവർ 4 പേരും എന്നെ മുമ്പ് ബിഹേവ് ചെയ്തവരാണല്ലോ. അപ്പം പിന്നെ ഇവർ അംഗത്വം തരുമോ? എന്നെ അറിയണമെന്ന് പറയുമോ? എന്നെ അറിയാമെന്ന് പറയുമോ? അതാണ് ഇവർ 4 പേരും എന്നോട് കാണിച്ച പ്രവൃത്തി. അറിയില്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവരെ പേരുകളൊന്നും പറയാൻ പോയില്ല. ഇവർ 4 പേരും എന്നോട്
ആഗ്രഹം പ്രകടിപ്പിച്ചവരാ. നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തുണി അഴിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? എല്ലാം ചോദ്യകർത്താവിനോട് തിരിച്ചാണ് ചോദിക്കുന്നത്. നമുക്ക് ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ തുണി അഴിക്കേണ്ട കാര്യമില്ല, ഇല്ലേ? ദൈവം സമയമാകുമ്പോൾ തരും, ഇല്ലേ? എന്തോന്ന് അമ്മയുടെ മെമ്പർഷിപ്പ്. പിന്നെ ദൈവത്തിന് ഈ കൂതറക്ക് മെമ്പർഷിപ്പ് എടുത്തു കൊടുക്കലല്ലേ ജോലി. അങ്ങനെ തുണി അഴിച്ച് റോളുകൾ വേണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഹീറോയിനായിട്ടാണ് എന്നെ ഒരു ഓഫർ എനിക്ക് വന്നത്. ആക്ഷൻ ഹീറോ ആയിട്ടും വന്നു. വിജയശാന്തിക്കൊക്കെ ഒരു എതിരാളിയായിട്ട് വന്നനെ. ആക്ഷൻ ഹീറോ ആയിട്ടും ചാൻസ് വന്നു. വില്ലത്തിയായിട്ടുള്ള വേഷങ്ങളും വന്നു. പക്ഷേ അവരെല്ലാം മറ്റത് ചോദിച്ചു. ഞാനങ്ങ് സന്തോഷിച്ചതാണ്. പോലീസ് ഓഫീസറായി ആക്ഷൻ ഹീറോ ആയിട്ടൊക്കെ മട്ടാഞ്ചേരി സിനിമ എഴുതിയിട്ട് അതിലൊരു കലക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ മറ്റത് ചോദിച്ചു. വിളിച്ചു എന്നെ. എന്നിട്ട് അവർ മറ്റേ ആവശ്യം പറഞ്ഞു. അയ്യോ, ഞാൻ പുറകോട്ട് മാറി. കാരണം പേടി. അതുകൊണ്ട് പുറകോട്ട് മാറിക്കളഞ്ഞു. ഞാനില്ല, നമുക്കതിന് സാധിക്കില്ല. പിന്നെ കുറേ സിനിമകളിൽ നമ്മൾ അറിയാതെ പോയി പെട്ടിട്ടുണ്ട്. സിനിമ വേണ്ടാന്ന് വെച്ച് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉറക്കപ്പായി എന്നെ എടുത്തോണ്ട് പോയി ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിക്കളഞ്ഞാരൊക്കെ. ചെന്നപ്പോഴാണ് അറിയുന്നത് മറ്റതിനാണെന്ന്. ഞാൻ പാക്ക് ചെയ്തു. ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോകുന്നതിനാൽ രാത്രിയാണെന്ന് പോലും നോക്കാതെ ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഇങ്ങ് പോരും. ഇതായിരുന്നു സ്ഥിരം പരിപാടി. ചെല്ലുക, മറ്റത് ചോദിക്കും, നേരെ പെട്ടിയെടുക്കും, സ്വന്തം കാറ്, ഞാൻ എൻ്റെ സ്വന്തം കാറ്, പെട്രോൾ ഒഴിച്ച് രാത്രിയെന്നോ പകലെന്നോ നോക്കില്ല, വച്ച് കാച്ചു. ചെന്നൈയിലേക്കാണോ തിരുവനന്തപുരത്തേക്കാണോ എന്ന് എനിക്കറിയില്ല. അംബാനിയുടെ മകളായതിനാൽ പണം, ധൈര്യം, പെട്രോള് എല്ലാ ആവശ്യത്തിലും കാണും. പിന്നെയും പുള്ളിക്കാരൻ വിളിക്കുക ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി. കുറേ ഈ പെണ്ണുമ്പിള്ള പറയുന്നതിൽ സത്യം കാണും കേട്ടോ. ഈ കാമപ്രാന്ത് പിടിച്ച് നടക്കുന്ന അലവലാദികളെ നാണമെന്ന് പറഞ്ഞ് വികാരം കാണില്ല. ഈ സ്ത്രീ പറയാണ് പിന്നെയും പുള്ളിക്കാരൻ വിളിക്കുക ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി. ഒന്ന് വാടാ, വാ 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 ഒക്കെ ഇട്ടാ പറയണേ. നിന്നെ ഒന്ന് കാണട്ടെ 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 കാണട്ടെ. വേറെ ഇൻറ്റൻഷൻ ആണല്ലോ. സത്യം പറഞ്ഞാൽ എപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കും, പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മക്കളോട് പോലും അത് പറയുകയും ചെയ്തു. എനിക്ക് ഇഷ്ടമാണെന്നാണ് ഈ വിളിക്കുന്നവൻ പറയുന്നത്. അടുത്ത നമ്പരായിരിക്കും അത്, അല്ലേ? ഫോട്ടോ മറ്റേ ചോദ്യം ചോദിക്കുന്നുണ്ടോ ചോദിക്കണം. അടുത്ത നമ്പരായിരിക്കും അല്ലേ? ഇല്ലേ? ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഇവനൊക്കെ നാണം. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ഏത് കൂതറയോ എയ്ഡ്സോ കുഷ്ഠമോ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല. പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ വിളിക്കാൻ അവനൊക്കെ നാണം. വിളിച്ചിരിക്കും കേട്ടോ. ഈ സ്ത്രീ എല്ലാം കള്ളം പറയുന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ ചെന്നൈക്ക് പോയല്ലോ, അപ്പോഴും എന്നെ വിളിച്ചു. എപ്പോഴും വിളിക്കും. എന്താടേ, നീ എവിടെയാടേ, താനെന്താ ഒളിച്ച് നടക്കുന്നേ, കെറുവിച്ച് നടക്കുന്നേ എന്നൊക്കെ നമ്മൾ കണ്ടാൽ എന്താ കുഴപ്പം? നമ്മൾ അപ്പോഴും മുങ്ങി പോയി പിടികൊടുത്തില്ല. പോടാ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സിനിമ കിട്ടില്ല. സിനിമ അഭിനയമൊക്കെ നിർത്തി. പക്ഷേ പോടാ പട്ടി എന്ന് വിളിച്ചാൽ നമുക്ക് സിനിമ കിട്ടിയില്ലെങ്കിലോ. അപ്പം സിനിമയിൽ അഭിനയമൊക്കെ നിർത്തി എന്ന് പറഞ്ഞത് അവർ തന്നെ, മനസ്സിലായില്ലേ? പറഞ്ഞാൽ നമ്മൾ പോടാ പട്ടി, പോടാ നിൻ്റെ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഔട്ടാക്കി കളയും. ഞാൻ സ്വയം ഔട്ടായി പോയെന്ന് പറഞ്ഞ സ്ത്രീ പറയുകയാണ്. എന്തെങ്കിലും ഒരു സത്യം പറയണ്ടേ? ചെന്നൈയിലായപ്പോഴും ഇവിടെ ഏതോ ഹോട്ടലിൽ ആയപ്പോഴും എന്നെ വിളിച്ചു. വി ഹാവ് എ ഡിന്നർ. പക്ഷെ ഞാൻ പോയില്ല. മലയാളം ഇൻഡസ്ട്രി സേഫ് അല്ല, അത് കണ്ടുപിടിച്ചു കേട്ടോ. വേറെ ഏത് ഭാഷയിൽ, തമിഴിൽ തെലുങ്കിലൊക്കെ എല്ലാം അമ്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരാരും പോകാമോ എന്ന് ചോദിക്കില്ല, അല്ലെങ്കിൽ വരുന്നോ എന്ന് ചോദിക്കില്ല.
മലയാളം ഇൻഡസ്ട്രി സേഫല്ല. സിനിമയുടെ പേരിൽ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. പിന്നെ സിനിമയിൽ നടികൾ തന്നെ സപ്ലൈ ചെയ്യും. അത് സീനിയർ നടികളാണ്. പുതിയ നടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും ഇവർ. പിന്നെ സ്റ്റേജ് ഷോകൾക്ക് പോകുമ്പോൾ തന്നെ ഇതിന് റെഡിയാണോ എന്ന് ആദ്യം തന്നെ ചോദിക്കും. ബോംബെയിലൊരു സ്റ്റേജ് ഷോ ഉണ്ട്, മറ്റേതിന് റെഡിയാണോ എന്ന് ചോദിച്ചിട്ട് റെഡിയാണെന്ന് പറഞ്ഞവരെ കൊണ്ടുപോകുള്ളൂ എന്നാണ് ഈ പെണ്ണുപിള്ള പറയണേ. ഭീകരമായ ഫീൽഡാണിത്. ഇനി എന്തായാലും സേഫാണ്. ഉഗ്രൻ മുഖ്യമന്ത്രിയാണ് വന്നിരിക്കുന്നത്. വെറും പുലിയല്ല. വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പുപ്പുലിയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് ഫീൽഡിലേക്കും ഇനി ആർക്കും പോകാം. ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഈ ഭവതി. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ആർക്കും ഏത് ഫീൽഡിലേക്കും ഇനി പോകാം. വി ഡി സതീശൻ സാറായതുകൊണ്ട് ധൈര്യമായിട്ട് പോകാം. അദ്ദേഹം വക്കീലാണല്ലോ. ചരിത്രത്തിലാദ്യമായി ഡബിൾ ഡിഗ്രി അല്ലേ? അതുകൊണ്ട് മാത്രമല്ല, മറ്റേ 21 മന്ത്രിമാരും LLBക്കാരാ. ഏത്? വി ഡി സതീശൻ്റെ മന്ത്രിസഭയിലെ പുതിയ 21 മന്ത്രിമാരും LLBക്കാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 9300. ഞാൻ പറയുന്നില്ല, പോട്ടെ. ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അത്, ഈ 21 മന്ത്രിമാരും LLB ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആണല്ലോ, ദൈവത്തിൻ്റെ നാടാണല്ലോ. അങ്ങനെ അല്ലായിരുന്നു. ചെകുത്താന്മാരായിരുന്നു, എല്ലാം വൃത്തികെട്ട മനുഷ്യന്മാരായിരുന്നു കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചവന്മാരും ആ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്ന സിനിമാക്കാരും. ഇപ്പോൾ സിനിമയിലുള്ളവരെല്ലാം ക്ലീനായി സതീശൻ വന്നോടെ. 4ാം ക്ലാസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കേരളം തരികിടയായിപ്പോയി. കാരണം അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള തരികിടകൾ കള്ളക്കേസുകളും കൊണ്ട് ഇറങ്ങിയത്. കെട്ടിപ്പിടിച്ചു, 6 പേര് ഉമ്മം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കണ്ണ് എല്ലായിടത്തും വേണം. ആകപ്പാടെ സതീശൻ മേനോന് 2 കണ്ണേ ഉള്ളൂ, പക്ഷേ എല്ലായിടത്തും വേണമെന്ന് കണ്ണ്. എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആകെ തകർന്നു പോയി മുഖ്യമന്ത്രി കേരളം. വിദ്യാഭ്യാസമുള്ളവർ മുന്നോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും സേഫ് ആവുകയാണ്. പിണറായി പറഞ്ഞതുകൊണ്ട് ഞാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം എല്ലാം ക്യാൻസൽ ചെയ്തോ? ഒരു സ്ത്രീ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് എല്ലാം പറയുമ്പോൾ നേരാമെണ്ണം അന്വേഷിച്ചില്ല. ഞാനൊരു മെസ്സേജ് പുള്ളിക്ക് അയച്ചിട്ട് അദ്ദേഹം റിപ്ലൈ അയച്ചില്ലെന്നേ. ആർക്ക് മെസ്സേജ് അയച്ചേ? പിണറായിക്കല്ല. ഈ പറ്റുപടി ഉണ്ടായിരുന്ന മഹാന്മാരിൽ ഒരാൾക്ക് ഈ ഭവതി ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ ബുദ്ധിമാനായതുകൊണ്ട് ആ നടൻ റിപ്ലൈ കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? പുള്ളിക്കാരൻ ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്നല്ലേ? അതുകൊണ്ടല്ലേ റിപ്ലൈ തരാത്തത്. ഞാൻ മരടിൽ വന്നു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരണ്ടേ? തന്നില്ല. അതൊരു വലിയ തെളിവല്ലേ എന്നാണ് ഈ ഭവതി ചോദിക്കുന്നത്. അതായത് ഞാൻ മരടിൽ വന്നു, നിങ്ങൾ എന്താ പറയുക, ശരിയായ കാര്യങ്ങളല്ല എന്നോട് ചെയ്തത് എന്നയച്ചാൽ, ഞാൻ ചെയ്തെന്നോ ചെയ്തില്ലെന്നോ അയാൾ മറുപടി തന്നില്ല എങ്കിൽ അതൊരു വലിയ തെളിവാണെന്നാണ് ഭവതി പറയുന്നത്. ഈ ഡബിൾ LLB ഉള്ള സതീശൻ്റെ കൊണ്ട് കൊടുക്കുമെന്ന് ഇനി ഈ പരാതി. ഹേമ കമ്മിറ്റിയുടെ ഫുൾ ക്യാൻസൽ ചെയ്തു. ഹേമ കമ്മിറ്റിയുടെ ആരും ക്യാൻസൽ ചെയ്തതല്ല. ഹേമ കമ്മിറ്റിയിൽ ഈ പറയുന്ന അലവലാതി അടക്കം കൊണ്ടുവന്ന് പരാതി കൊടുത്തു, മൊഴിയെടുത്തു. എല്ലാം എടുത്തിട്ട് കോടതിയിൽ കൊടുക്കാനായിട്ട് നിങ്ങളൊക്കെ എല്ലാം വന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വലിഞ്ഞു കളഞ്ഞു. അല്ലാതെ ക്യാൻസൽ ചെയ്തതല്ല. ഗോസിപ്പുകളും അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നിങ്ങൾ തെളിവ് തരാൻ വരേണ്ടി വരുമോ കോടതിയിൽ എന്ന് പറഞ്ഞപ്പോൾ മുങ്ങിയതിന് സർക്കാരിനെ എന്ത് കുറ്റം പറയാൻ? ഇവിടെ നീതി നടന്നിട്ടില്ല, അനീതി തന്നെയാണത്. ആദ്യ സിനിമയിൽ തന്നെ ഞാൻ കണ്ടത് പോക്സോയാണ്. പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് കാശ് കൊടുത്തോ എന്തോ മുക്കിക്കളഞ്ഞു ഈ നായകൻ. ആദ്യ പടത്തിൽ തന്നെ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ പോകാൻ തുടങ്ങിയതാണ്. പിന്നെയും 16 പടങ്ങൾ ചെയ്തു. ആദ്യ പടത്തിൽ ഈ പോക്സോ കണ്ടപ്പം ഞാൻ പോകാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരു 16 പടം ചെയ്തു എന്നാണ് പറയണേ.
ഈ ആദ്യ സിനിമയിൽ മാത്രമേ മോശമായി പെരുമാറുന്ന 2 പേർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. ജഗതിച്ചേട്ടൻ, മാളച്ചേട്ടൻ, സലീംകുമാറിനെ പറയാം, സലീംകുമാർ മുസ്ലിം എന്ന് പറഞ്ഞ് പറയാണ്. സലീമിക്ക ഉണ്ടായിരുന്നു, വളരെ മാന്യനായിരുന്നു. ജഗതിച്ചേട്ടൻ, വിതുര പെൺവാണിക കേസിൽ മാത്രമേ ജഗതിച്ചേട്ടൻ പെട്ടിട്ടുള്ളൂ, വളരെ മാന്യമായിട്ടാണ് എൻ്റെ പെരുമാറിയത്. മാളച്ചേട്ടൻ, ഇവരെല്ലാം നല്ല മനുഷ്യരാണ്. ഇവരെല്ലാം നല്ലവരായിരിക്കുമ്പോൾ ഞാൻ എന്തിന് സിനിമ ഉപേക്ഷിക്കണം? അതുകൊണ്ടാണ് സിനിമ ഉപേക്ഷിച്ചിട്ടും 16 ചെയ്തത്. ഇവരെല്ലാം മാന്യന്മാരല്ലേ? അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞാൻ പിന്നെയും സിനിമയിൽ നിന്നത്. എന്നോട് കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് വെച്ച് എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണ്ടേ? ഞാനപ്പോൾ ഗൾഫിൽ നിന്ന് വന്നും പോയി. ആദ്യം പറഞ്ഞ ആസ്ട്രേലിയ, ഇപ്പം ഗൾഫിലെത്തിയേ. ഒറ്റ സിനിമയ്ക്ക് വന്നതാ. ചീഫ് സെക്രട്ടറിയുടെ വേഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹമായ പോലീസ് ഓഫീസറുടെ റോൾ വന്നു. ഇതും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചു, എങ്ങോട്ട്? ഗൾഫിലേക്ക്. അപ്പോഴേക്കും ജോലിയിൽ നിന്ന് ഡിസ്ക്വാളിഫിക്കേഷനായി ഞാൻ. എന്നാൽ ഇനി സിനിമയിൽ തുടരാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. പിള്ളേർ ബോർഡിങ്ങിലാണല്ലോ, ഞാൻ ഗൾഫിലും. ഞാൻ പിന്നെ പിള്ളേരെ എൻ്റെ കൂടെ കൂട്ടി. എന്നാൽ സിനിമയിൽ തുടരാമെന്ന് അങ്ങ് തീരുമാനിച്ചു. ഞാനൊരു ഡാൻസറാണല്ലോ, സിനിമയേക്കാൾ കാശ് ഡാൻസിന് കിട്ടും. ഒരു മാസം ഒരു ഡാൻസ് പ്രോഗ്രാം കിട്ടിയാൽ മതി, ഒരു മാസത്തേക്കുള്ള ചിലവിനാവും. പിന്നെ പത്മ സുബ്രഹ്മണ്യമല്ലേ, മഞ്ജു വാര്യരല്ലേ, ഒരു സ്റ്റേജ് ഷോയിൽ ഒരു ഡാൻസ്, റിക്കാർഡ് ഡാൻസ്, സൈക്കിൾ ഡാൻസൊക്കെ ഇല്ലേ പണ്ടത്തെ, അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഡപ്പാങ്കുത്ത് ഡാൻസാണ് കളിക്കുന്നത്. പറയുന്ന കേട്ടതൊന്നും പത്മ സുബ്രഹ്മണ്യത്തിനേക്കാളും മുകളിൽ, മഞ്ജു ഭാർഗവിയേക്കാളും മുകളിലാണ് തോന്നുന്നത്. ഒരൊറ്റ സ്റ്റേജ് ഷോ മതി, ഒരു മാസത്തെ ചിലവിനുള്ള പൈസ അതിൽ നിന്ന് കിട്ടും. പിന്നെ നല്ല സിനിമകൾ വരുമ്പോൾ അതിനും പോയി. മറ്റ് സിനിമകളിൽ മോശം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ്, ഞാൻ അഭിനയിച്ച ഒരു പടമാണ് ഡാ തടിയ എന്ന് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്. അവിടെ വെർബൽ അബ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. ഡാ തടിയയിൽ ശാരീരികമായ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, വെർബൽ അബ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് വരും, മറ്റേ ഡോർ തുറന്നിട്ടേക്കണം കേട്ടല്ലോ എന്നൊക്കെ ഈ നായകൻ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഒരു 20 അടി പോലെ ഭർത്താക്കന്മാർ സംസാരിക്കും പോലെയൊക്കെ എന്നെ പറഞ്ഞത്. ഞാനിന്ന് വരും, മറ്റേ ഡോർ തുറന്നിട്ടേക്കണം എന്നൊക്കെ പറയും. എന്തൊരു ഡിമാൻഡിങ് ആണെന്നറിയാമോ അയാൾ പറയുന്നത്. അയ്യോ ഞാനില്ല, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ലാൻഡ് ഫോണിൻ്റെ കേബിൾ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. റിസീവർ എടുത്ത് താഴെ വെച്ചാൽ അത് അറിഞ്ഞൂടാ, അതുകൊണ്ട് കണ്ടവൻ്റെ ഹോട്ടലിലെ റിസീവർ എടുത്ത് താഴെ വെച്ചു, അല്ല കേബിൾ വലിച്ച് പൊട്ടിച്ച് കളഞ്ഞു. റോമയുടെ സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സിനിമ, എനിക്ക് പടത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഏപ്രിൽ ഫൂൾ ആണോ ആ പടത്തിൻ്റെ പേര്? അങ്ങനെ ഒരു പടമേ കേരളത്തിൽ വന്നിട്ടില്ല. പക്ഷെ റോമയുടെ പടമാണ്, ഏപ്രിൽ ഫൂൾ ആണെന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നത്. വേറൊരു സിനിമ ജയസൂര്യയുണ്ട്. മിന്നുവിനെ പാക്ക് ചെയ്യാൻ ജയസൂര്യ പറഞ്ഞു. അഭിനയിക്കാൻ ചെന്നപ്പോൾ ജയസൂര്യ അവിടെ ഉണ്ട്. അപ്പോൾ തന്നെ ജയസൂര്യ പറഞ്ഞു, ഈ മിന്നുവിനെ പാക്ക് ചെയ്യ്, എന്നിട്ടേ ഞാൻ അഭിനയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കുട്ടിക്കാനത്തൊരു സിനിമ, മണിച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് 4 ദിവസം അഭിനയിച്ചിട്ട് മണിച്ചേട്ടൻ വന്നപ്പോൾ എന്നെ പറഞ്ഞു വിട്ടു. മണിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കാൻ ചെന്നത്, വേറെ ഏതൊക്കെ സീനുകളൊക്കെ ചെയ്തു 4 ദിവസം. അത് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞ് അവളെ കട്ട് ചെയ്ത് വിടാൻ. സ്വന്തം കാറിലല്ലേ ഞാൻ പോയത്. ആ ചിരി കാണണം കേട്ടോ, പേടിപ്പെടുത്തുന്ന ഒരു രാക്ഷസീയമായ രക്തരക്ഷസുകൾ, രക്തം ഊറ്റി കുടിക്കുന്ന ആണുങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസുകൾ ഇതുപോലെ ഇത്രയും പേടിപ്പിക്കില്ല. അങ്ങനത്തെ ചിരിയാ ചിരിക്കണേ. ഞാൻ കാറിലല്ലേ പോയത്, കൊല്ലച്ചതികളായിരുന്നു. വീണ്ടും മടുത്തിട്ട് ഇവിടെ മടുത്തെനിക്ക്. അങ്ങനെ ഞാൻ വീണ്ടും ചെന്നൈക്ക് പോയി. പെട്രോൾ ചാർജ് പോലും തന്നില്ല. 16 സിനിമയ്ക്കും 10 പൈസ തന്നില്ല. 50,000 രൂപയെ കിട്ടിയുള്ളൂ 16 പടത്തിൽ. ആദ്യ സിനിമയിൽ 30 ദിവസം വർക്ക് ചെയ്തു. ആ കൊരങ്ങൻ 10 പൈസ തന്നില്ല. ആദ്യമായിട്ട് വേഷം കൊടുത്തവനെ വിളിക്കുകയാണ് കൊരങ്ങനെന്ന്. ദൈവം ചതിച്ചല്ലോ. അമ്മയിലെ മെമ്പർഷിപ്പ് കിട്ടിയിരുന്നെങ്കിലും
മുഖ്യമന്ത്രി ചോദിച്ചാൽ ഉറപ്പായും ഞാൻ ഇതൊക്കെ പറയുമായിരുന്നു. ഇതെൻ്റെ നെഞ്ചിൽ വിങ്ങി വിങ്ങി കിടക്കുന്ന കാര്യങ്ങളായിരുന്നു. ഓഡീഷനിൽ പോകുന്നവരൊക്കെ ഓടുവാണ് ഇപ്പോൾ കേരളത്തിൽ. ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ പിടിച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളം പറയുന്നതാ. ഒറ്റ എണ്ണമില്ല വഴങ്ങാത്തവരായി. ഇപ്പം മലയാള സിനിമയിലുള്ള വർത്തമാനകാല മലയാള സിനിമയിലുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ചുകൊണ്ടൊന്നും മുഖ്യമന്ത്രി സതീശന് ഒരു പരാതി കൊടുത്താൽ ഇത് വീണ്ടും ചട്ടിയിലാവും. കാരണം ഒറ്റ എണ്ണം ഇല്ലെന്നാണ് പറഞ്ഞത് വഴങ്ങാത്തവരായി. മുഖ്യമന്ത്രി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ പറയൂ. ഞാനിപ്പോൾ താല്പര്യമില്ലാത്തതിനാൽ അഭിനയം 2015 മുതൽ നിർത്തി വെച്ചിരിക്കുക. മലയാള സിനിമ നശിപ്പിച്ചളഞ്ഞോട്ടോ അഭിനയം നിർത്തിയിട്ട്. മലയാളം തമിഴ് സിനിമകൾക്ക് ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. എനിക്ക് താല്പര്യമില്ല. ചെന്നൈയിൽ ഞാൻ വെറുതെ ഇരിക്കുക, തപസ് ചെയ്യുന്നു പറയാത്ത നന്നായി. സിദ്ദിഖ് പീഡിപ്പിച്ച പെണ്ണിനെ എല്ലാവരും കൂടി കല്ലെറിയുന്നത് കണ്ടപ്പോൾ എന്നെ അത് പ്രൊവോക്ക് ചെയ്തു. പറയണം എന്ന് തോന്നി. അവളെ ഞാൻ ചേർത്ത് പിടിച്ചു, കൈ കൊടുത്തു, മീട്ടു എന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ മക്കയിൽ പോയി വന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ, മക്കയിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക, അവിടെ നിന്ന് കളയലിന് പോയിരുന്നു. അതാ കൊത്തൻ്റെ കൈയാളായിട്ട് പോയിരുന്നു. ഈ പെങ്കൊച്ച് ഫേസ്ബുക്കിൽ കിടന്ന് കരയുന്നു, കളിയാക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു. മുഖ്യനും പറയുന്നു, MLA ആയപ്പോഴോ കല്യാണം കഴിച്ചപ്പോഴോ ഞാൻ എന്നെ പീഡിപ്പിച്ച ആളിനെ പറ്റി മിണ്ടിയിട്ടില്ലല്ലോ. എനിക്ക് വൈരാഗ്യമില്ല, വിഷമം തീർന്നു. ഞാനേ നാഷണൽ അത്ലറ്റാണേ. സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നു എന്ന വാർത്ത നാട്ടിൽ പരന്നു. ചീഫ് സെക്രട്ടറിയുടെ റോളാണ് എന്നും നാട്ടിൽ പരന്നു. ഒരുവൻ കയറി പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റുമോ? കാരണം നാട്ടിൽ മുഴുവൻ ചീഫ് സെക്രട്ടറി ആയിട്ട് നടക്കുകയില്ലേ. അപ്പോൾ പിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോരാൻ പറ്റുമോ? ഒരുത്തൻ കയറി പിടിച്ചെന്നും പറഞ്ഞു. ചിലവായ കാശ് മുഴുവൻ, ആ സിനിമയുടെ ചിലവായ കാശ് മുഴുവൻ ഞാൻ കൊടുക്കേണ്ടി വരില്ലേ? എൻ്റെ ആണെങ്കിൽ ഒറ്റ പൈസയില്ല. അപ്പോൾ കേട്ടോണ്ടിരുന്ന തള്ളയാണെന്ന് തോന്നുന്നു. ഞാൻ അന്ന് അറിഞ്ഞിരുന്നേൽ അവൻ്റെ ചെപ്പയെ ഞാൻ തല്ലി കൊന്നേനെ. ആര്? മോള്. അമ്മ പറയാണ്, എൻ്റെ മോളെ പീഡിപ്പിച്ചത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ചെപ്പയിൽ അടി കൊടുത്തനെന്നാണ്. ചെപ്പയിൽ അവനെ കൊന്നുകളഞ്ഞേനെ എന്ന് പറഞ്ഞപ്പോൾ മോള് അനിയത്തിയുടെ മകളെ കൂട്ടിക്കൊടുക്കാൻ മോള് പോയപ്പോൾ ഈ തള്ള എവിടെ പോയിരുന്നു എന്നാണ് എനിക്കറിയാനുള്ളത്. ഈ തള്ളയുടെ അനിയത്തിയുടെ മോളെയാണല്ലോ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയത് തമിഴ് അണ്ണാച്ചിമാർക്ക്. അപ്പോഴീ തള്ള ഇതൊന്നും അറിഞ്ഞില്ല. മോള് പരിതീവ്രത ആയതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. എൻ്റെ അനിയത്തിൻ്റെ മോളെ ഇതാ കൊണ്ടുപോവുകയാണെന്ന് വിൽക്കാൻ. നാഷണൽ അത്ലറ്റ് ആയതിനാൽ പോലീസിൽ എന്നെ വിളിച്ചതാണ്. ഒന്ന് വന്ന് സഹായിക്കൂ, പോലീസ് സേനയിൽ ഒരു ജോലി വാങ്ങൂ, ഞങ്ങളെ പോലീസ് സേനയെ ഒന്ന് കളർഫുള്ളാക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ്. ക്വാർട്ടേഴ്സും കിട്ടും, 6000 രൂപ ശമ്പളവും. 6000 രൂപ കിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾക്ക്. അത് ചോക്കി. അതുകൊണ്ടാണെന്ന് പോവാത്തത്. അപ്പം തള്ള പറയാണ്, പോലീസ് കിട്ടിയില്ലെങ്കിൽ എന്ത്, റെയിൽവേയിൽ നിന്നും വിളിച്ചു. അതെ 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 റെയിൽവേയിൽ നിന്നും വിളിച്ചു. അന്നേ എൻ്റെ അമ്മ DCC സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിൻ്റെ. KPSസിലുള്ള ഏത് നാടക ട്രൂപ്പിലായിരുന്നു എന്ന് ചോദിച്ചാലോ പറയാണ്, DCC പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിൻ്റെ. ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എന്നാണെന്ന് DCCയുടെ ഫുൾ ഫോം എന്ന് പോലും അറിയാതെ പറയാം. DCCയിലായിരുന്നു, കോൺഗ്രസ്സിലെ. ഞാൻ ഗൾഫിൽ പോയി. അവിടെ അപ്പോൾ എനിക്ക് 35,000 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. ഞാൻ പോലീസിലായിരുന്നെങ്കിൽ ഇപ്പോഴും റോഡിൽ നിന്ന് വിസിലൊക്കെ അടിച്ച്, അതിനെ അറിയാവൂ, അതാണ് പ്രശ്നം, വിസിലൊക്കെ അടിച്ച് അല്ലേ പ്രൊമോഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ലൈഫിൽ സെറ്റിലായി. ഞാൻ 2 പ്രോപ്പർട്ടികൾ വാങ്ങിച്ചു ഗൾഫിൽ നിന്നുള്ള വരുമാനത്തിൽ. ഈ 2 പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. ചെന്നൈയിലും കേരളത്തിലും വാങ്ങിച്ചു. എന്നിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ചിരിയാ. കാരണം എന്നെ ഒരുപാട് പേര് പീഡിപ്പിച്ചതല്ലേ. അതുകൊണ്ട് എനിക്ക് പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ഭയങ്കര ചിരി വരും. ഇപ്പോൾ ഞാൻ അതിനെയൊക്കെ തമാശയായിട്ടാണ് കാണുന്നത്. കാരണം പീഡിപ്പിച്ചവന്മാർ ചെയ്ത ഓരോ വേലകളെ അതൊക്കെ ആലോചിച്ചാൽ എനിക്കിപ്പോൾ ചിരി വരും എന്നാണ്
ഈ അലവലാതി പറയുന്നത്. നാളെ ഒരു ഗ്യാരണ്ടി ഇല്ല. നടന്നത് നടന്നു, അതുകൊണ്ട് ചിരിച്ചോണ്ട് നടക്കണം. എടാ, അങ്ങനെ ചിരിച്ചോണ്ട് നടക്കാനാണെങ്കിൽ എന്തിനാ ഈ കേസിനും പൊല്ലാപ്പിനൊക്കെ പോയേ? ഇപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇടവേള ബാബുവും മുകേഷും എല്ലാം, ബാലചന്ദ്ര മേനോനും എല്ലാം, ആ മിനു സുഖമാണോ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചനെ. അവരെ എല്ലാം കള്ളക്കേസ് കൊടുത്ത് കുടുക്കി കോടതി അവരെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ പറയാണ് നാളെ ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ, നടന്നത് നടന്നു, ചിരിച്ചുകൊണ്ട് നടക്കണം. ഞാനിപ്പോൾ അതുകൊണ്ടാണ് ചിരിക്കുന്നത്. നല്ലൊരു ഭരണം ഇവിടെ ഇല്ലാതിരുന്നതിനാലാണ് എല്ലാം താറുമാറായത്. കഴിഞ്ഞ 10 കൊല്ലം മാത്രമല്ല, അതിനു മുമ്പ് ഒരുത്തൻ 4ാം ക്ലാസ് വരെ പഠിച്ചവൻ ഒരുത്തൻ ഭരിച്ചിരുന്നല്ലോ. അന്ന് തൊട്ടേ ഞാൻ ആലോചിക്കുക, 4ാം ക്ലാസ്സുകാരൻ മന്ത്രി. ഏത്? VS അച്യുതാനന്ദനെ പറയുന്നതാണ്. എവളെ തന്തയുടെ തന്ത വിചാരിച്ചാൽ VS അച്യുതാനന്ദനാവാൻ കഴിയും? നിങ്ങൾ ആലോചിക്കുക. തള്ള DCC സെക്രട്ടറി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ തള്ളയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുമോ VS അച്യുതാനന്ദനെ? എന്ത് വിവരക്കേടാണ് ഈ സ്ത്രീ വിളിച്ചു പറയണതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്ന്. കാരണം എല്ലാം നാണവും മാറിയതല്ലേ. തുണി അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നാണം മാറുമല്ലോ. അതുകൊണ്ട് എന്ത് ചെറ്റത്തിനും പറയാമല്ലോ ക്യാമറ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ഭരണം ഇവിടെ ഇല്ലായിരുന്നു എന്ന് കഴിഞ്ഞ 10 വർഷം. ആ 10 വർഷം മാത്രമല്ല, അതിന് മുമ്പ് ഒരുത്ത 4ാം ക്ലാസ്സുകാരനും പഠിപ്പിച്ച് 5 വർഷം ഭരിച്ചല്ലോ. അപ്പോഴും കേരളം ഭയങ്കര കുഴപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺഫിഡൻസ് ആയി. ഇപ്പം നല്ല മന്ത്രിമാരാണ് വന്നിരിക്കുന്നത്. ബിസിനസ് തുടങ്ങാനാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി നല്ല നല്ല പുലിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം എല്ലാം നോക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് ചില സജഷൻ പറയുന്നതാണ് രസം. അദ്ദേഹം എല്ലാം നോക്കണം. സിനിമയിലെ അമ്മ അസോസിയേഷൻ പൊട്ടയാണ്, തെറിപ്പിക്കണം. അത് പൊളിച്ചിട്ട് പുതിയൊരെണ്ണം തുടങ്ങണം. മെമ്പറായവരെയൊക്കെ മാറ്റി നിർത്തി കുറേ പേര് മാത്രമായിട്ട് അമ്മയെ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൊളിക്കണം. ചോദിക്കാൻ ആരും ഇല്ലെന്നേ. അതുകൊണ്ട് അമ്മ അസോസിയേഷൻ വേണ്ട, എല്ലാവരും വേണം. എന്നിട്ട് മന്ത്രി ആ സംഘടനയിൽ ഇടപെടണം. ആര്? സതീശ്. ഡയറക്റ്റായിട്ട് പുള്ളി തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഞാനടക്കമുള്ള എല്ലാവരെയും ഒരുമിപ്പിക്കണം. അതിന് വേറെ നല്ല പേരുണ്ട് കേട്ടോ. എനിക്ക് ഇതിൽ കൂടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നും പറയാൻ നോക്കില്ല. ആ അസോസിയേഷൻ ഇടാവുന്ന പേര് ഒരു കേരള മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ്. അമ്മ അസോസിയേഷനെ പോലുള്ള അലവലാദികളൊക്കെ പിരിച്ചു വിട്ടിട്ട് ഡയറക്റ്റായിട്ട് പുള്ളി തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഞാനടക്കമുള്ളവരെ അതിൽ ചേർക്കണം. പാർവതി നല്ല പെൺകുട്ടിയല്ലേ, ഗായത്രി അവർ നല്ല പ്രാസംഗിക, തടിയലിൽ അവരും അഭിനയിച്ചിരുന്നു. എഡ്യൂക്കേറ്റഡായ ആൾക്കാർ ഇനി അങ്ങനെയുള്ളവർ മാത്രമേ അമ്മയിൽ വരാൻ പാടുള്ളൂ. ശ്വേതാ മേനോൻ ആരുടെയോ ഡമ്മിയാണ്, ബിനാമിയാണ്. ഡമ്മി അത് പറ്റില്ല, പൊളിക്കണം. അമ്മ അസോസിയേഷൻ VD സതീശൻ സാർ പൊളിക്കണം, പൊളിച്ചേ പറ്റൂ. സതീശ സാർ അസോസിയേഷൻ ഉണ്ടാക്കിയാൽ അവിടെ എല്ലാവരും സേഫാണ്. ഈ സതീശനെ മിക്കവാറും ഈ ഐറ്റംസുകളെല്ലാം കൂടി ഒരു പരുവമാക്കും. ഇനി ആർക്കും സിനിമയിൽ അഭിനയിക്കാം, ഏത് രാത്രിയിലും പോകാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം വരണമെങ്കിൽ പുതിയൊരു അസോസിയേഷൻ വരണം. ഇപ്പോൾ ഉള്ള എല്ലാവരെയും മാറ്റണം. എന്നിട്ട് എഡ്യൂക്കേറ്റഡായ ആൾക്കാരെ തന്നെ ഇരുത്തണം. എഡ്യൂക്കേറ്റഡ് ആയ എത്ര പേരുണ്ട് ഇപ്പം സിനിമയിൽ? ഒരു സംശയം ചോദിക്കുകയാണ്. അഥവാ എഡ്യൂക്കേറ്റഡായ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒതുക്കി കളഞ്ഞു. അങ്ങനെ ആയാൽ മലയാളം ഇൻഡസ്ട്രി നല്ല രീതിയിൽ വരും. അപ്പോൾ ഇന്ദ്രൻസിനെയൊക്കെ ഒതുക്കണമെന്നാണ് പറഞ്ഞത്. പാവം 4ാം ക്ലാസ് വരെയല്ലേ പഠിച്ചോളൂ, ഇപ്പോൾ 7 എഴുതി പാസ്സായി. ഇന്ദ്രൻസിനെ പോലുള്ളവരൊന്നും ഇവിടെ പറ്റില്ല. ഇവരെയൊക്കെ ഒതുക്കണം. മാമുക്കോയ തടി അറുത്തോണ്ട് നടന്നവനല്ലേ, തടി അളന്നുകൊണ്ട് നടന്നവനല്ലേ, അവനെയൊന്നും പറ്റില്ലെന്നേ. എന്നെപ്പോലുള്ള എഡ്യൂക്കേറ്റഡായ ആൾക്കാരെ സതീശ സാറ് പുതിയ സംഘടന ഉണ്ടാക്കി അമ്മയെ പൂട്ടിയിട്ട് ഇരുത്തണം. ബഹു രസമായിരിക്കും. അവിടെ വയ്ക്കാനുള്ളൊരു ബോർഡിൻ്റെ പേരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയുന്നില്ല. പിന്നെ അഭിനയിക്കാൻ ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കണം. ആര്? സതീശൻ. പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടോ എന്നായി ഈ ചോദ്യകർത്താവ്. ഇതുവരെ പറയാത്ത, നല്ല നമ്മളെ ചാനൽ രക്ഷപ്പെടും. ഇതുവരെ പറയാൻ ആഗ്രഹിച്ച് മനസ്സിൽ ഒളിച്ചു വച്ചിരിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്.
ഒത്തിരി ആഗ്രഹങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം വെടിക്കഥകളായിരിക്കും. സിനിമയിലെ കാര്യങ്ങളാണോ? മരിച്ചുപോയെങ്കിലും ആ പുള്ളിയോടൊപ്പം സിനിമയിൽ അഭിനയിച്ചിരുന്നു ഞാൻ. അപ്പോൾ ചോദ്യകർത്താവ് ആരാ? മണിച്ചേട്ടൻ്റെ കൂടെ. അപ്പം സ്റ്റേജ് ഷോയ്ക്ക് ബോംബെക്ക് വിളിച്ചു മണിച്ചേട്ടൻ. അപ്പം മണിച്ചേട്ടൻ്റെ കൂടെ പാടാൻ എന്നെ ഏർപ്പാടാക്കി. സ്വന സ്വന എന്നുള്ള പാട്ട് പാടാൻ ഏർപ്പാടാക്കി. അത് പാടാൻ പറഞ്ഞു. പിന്നെ ദേവാനന്ദൻ്റെ കൂടെ എന്നാണെന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, അതും പാടി. അത് കഴിഞ്ഞ് പിന്നെ പത്മസുബ്രഹ്മണ്യത്തിൻ്റെ പോലെ ഒരു ഡാൻസ് എനിക്ക്, അത് വേറൊരു ഡാൻസറുടെ കൂടെ. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പഠിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ബോംബെയിൽ ചെല്ലുമ്പോൾ പുള്ളിക്കാരെ എന്നെ ക്യാൻസൽ ചെയ്തു. ആര്? പാട്ടൊക്കെ പഠിച്ച് ഡാൻസൊക്കെ പഠിച്ചോണ്ട് ബോംബെയിൽ ചെന്നപ്പോഴേ പുള്ളിക്കാരെ എന്നെ ക്യാൻസൽ ചെയ്തു. മണി ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ എന്നിട്ട് ഭയങ്കര വിഷമത്തിലായി പോവും ആരായാലും. ദേവാനന്ദനോടൊപ്പം ഞാൻ പാടി. അത് പുള്ളിക്കാരൻ കണ്ടില്ല സ്റ്റേജിൽ. മണി വേറെ എങ്ങോട്ടോ തിരിഞ്ഞപ്പം കയറി ഞാൻ ഒരു പാട്ടങ്ങ് പാടിയത്, അല്ലെങ്കിൽ കട്ട് ചെയ്തന്നെ. അത് ജാഫർ കൂട്ടിക്കൊണ്ട് പോയതായിരുന്നല്ലോ. ഞാൻ നോ പറഞ്ഞു, പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെ അത് സ്വാഹ. പക്ഷേ എന്നെ ബോംബെയിൽ നിന്ന് കട്ട് ചെയ്ത് വിട്ടതിൻ്റെ വൈരാഗ്യം എൻ്റെ മനസ്സിൽ കിടന്നു. അതൊരു ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം തന്നെ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാനിങ്ങ് പോന്നു. കാരണം അംബാനിയുടെ മോളല്ലേ, സെറ്റിൽ നിന്ന് ഇറക്കി വിട്ടാൽ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് മദ്രാസിൽ പോകും. ബോംബെയിൽ സ്റ്റേജ് ഷോയിൽ നിന്ന് കട്ട് ചെയ്താൽ അപ്പം ഞാൻ എൻ്റെ പൈസ കൊടുത്ത് ഫ്ലൈറ്റ് പിടിച്ച്, ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് വന്നോളം തന്നെ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വന്നോളം തന്നെ. ആരെന്ന് മണിക്ക് അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. പക്ഷേ പിന്നെ പുള്ളി എന്നോട് ക്ഷമ പറഞ്ഞു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കാലയിൽ പിടിച്ച് ക്ഷമ പറഞ്ഞു. ആര്? കലാഭവൻ മണി. ഈ കൂതറയുടെ കാലിൽ പിടിച്ച് ക്ഷമ പറഞ്ഞു. ദൈവസത്യമായിട്ട് പുള്ളി എൻ്റെ കാലിൽ പിടിച്ച് ക്ഷമ പറയുക മാത്രമല്ല, ഒത്തിരി കരയുകയും ഒരുപാട് കരയുകയും ഒക്കെ ചെയ്തു. ഒത്തിരി കരയുകയും ഒരുപാട് കരയുകയും ഒക്കെ ചെയ്തു. പിന്നെ എന്നെ ആശ്വസിപ്പിക്കാനായി മിന്നാമിനുങ്ങേ ആ പാട്ട് പാടി തന്നു എനിക്ക്. പിന്നെ ഏത് മിന്നാമിനുങ്ങ് പാടിത്തന്നു എന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടാ, എനിക്ക് തോന്നുന്നത് മണിച്ചേട്ടൻ ആള് മാറിപ്പോയതായിരിക്കും. വേറെ ഏതോ സ്ത്രീയുടെ കാലെന്ന് പറഞ്ഞാണ് എൻ്റെ കാല് പിടിച്ചതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വേറെ ഏതോ സ്ത്രീക്ക് വേണ്ടിയാണ് മിന്നാമിനുങ്ങ് പാടിയെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ കാല് പിടിച്ചിട്ടാണ് മിന്നാമിനുങ്ങേന്ന് പാടിയത്. കാലെന്ന് വിട് എന്ന് ഞാൻ അലറി. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മണിച്ചേട്ടൻ പറഞ്ഞു. പിന്നെ ഒരു തേങ്ങലായിരുന്നു മണിച്ചേട്ടൻ്റെ. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞ് തേങ്ങി കരഞ്ഞു. ആര്? ബോംബെയിൽ സ്റ്റേജിലിരുന്ന് കലാഭവൻ മണി. ആള് മാറി കാല് പിടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. പിടിച്ചു, പക്ഷേ എൻ്റെ കാലും പിടിച്ചു. ഇത്രയും കണ്ടോണ്ടിരുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഐറ്റംസിനെയൊക്കെ എന്താ പറയണ്ടേ? മരിച്ചുപോയ ആളിനെ പോലും വെറുതെ വിടില്ല. എൻ്റെ കാലിൽ പിടിച്ചതിൽ എനിക്ക് സംശയമുണ്ടെന്ന്. എന്നെ അല്ല, വേറെ ആരെയോ പിടിച്ചതാണ്. പക്ഷെ എൻ്റെ കാലാണ് കിട്ടിയത്. അതിൽ പിടിച്ചിട്ട് തേങ്ങി കരഞ്ഞിട്ട് മിന്നാമിനുങ്ങേ. അടുത്ത 5 വർഷം VD സതീശൻ ഇതുപോലെ എത്ര കൂതറകളെ ചുമക്കേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ 21 മന്ത്രിമാർ LLB ആണല്ലോ. 21 പേരും കൂടി, കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ട്, AP അനിൽകുമാറുണ്ട്, നല്ല കുറേ കക്ഷികളുണ്ട് LLBക്കാർ. ഇവരെല്ലാം കൂടി 5 വർഷം ഈ പറഞ്ഞ ഐറ്റംസുകളെ പോലെ കുറേ എണ്ണം വന്ന് അമ്മയെ പൊളിക്കാനായിട്ട് സതീശന് ജോലി. സതീശൻ എന്തൊക്കെ ജോലികളെന്ന് അലച്ചു നോക്ക്. സതീഷ് മേനൻ ഇത്തിരി വെള്ളം കുടിക്കും, പാർക്കലാം. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് ഫ്രഷ് ആയതുകൊണ്ടാണ് ഞാൻ ഈ കഥ എടുത്തിട്ട് പറഞ്ഞത്. എനിക്ക് കേട്ടപ്പോൾ കോമഡി ആയിട്ട് തോന്നി. അപ്പം നമ്മളെപ്പോഴും ഈ അമ്മയിലാടിയും അംഗവട്ടകാസത്തിലെ മറ്റേ അശ്വന്ത് കോക്കിൻ്റെ പട്ടി വിളിയൊക്കെ പറയുന്നതിനിടയിൽ ചിരിപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അല്ലാതെ ഇതിനെ സീരിയസ് ആയിട്ട് ആരും എടുക്കരുത്. കലാഭവൻ മണി കാലി പിടിച്ചെന്നോ മറ്റേ നടൻ മറ്റേ ചെയ്തെന്നോ ജയസൂര്യ
ചുണ്ടിലിട്ട് ഉരച്ചെന്ന ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയും. കാരണം വിറ്റെടുക്കാൻ അറിയാവുന്നവർ ഇതിനപ്പുറവും പറയും. പക്ഷേ അപ്പോഴും എൻ്റെ വിഷമം ഈ പറയുന്ന വി.ഡി. സതീശൻ അടുത്ത 5 വർഷക്കാലം ഏതെല്ലാം തരത്തിലുള്ള കൂതറകളെ ചുമക്കേണ്ടി വരും. ഇനി വിളിച്ച് KSMDCയിലെ ചെയർപേഴ്സണായിട്ട് ആക്കിക്കളയോ എന്നാണ് എനിക്ക് സംശയം. പാർക്കല്ല, ഇവിടെ നിർത്താം. ഓക്കെ, നമസ്കാരം.